അയ്യോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം വീഡിയോ ആംഗിൾ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ, എന്നാലും പറയുകയാണ്. ഇന്ന് നമ്മുടെ അടുത്ത സൺഡേ റൈഡാണ്, രണ്ടാമത്തെ സൺഡേ റൈഡ്. ലക്നൗവിൽ വന്നിട്ട് ഒരു സൺഡേ റൈഡ് ഞാൻ പോയില്ല. ഇപ്പം 2 ആഴ്ച കൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ടൈം കിട്ടുന്നില്ല. എന്താ പറയാനാ, ഭയങ്കര ഡിസ്ട്രാക്റ്റ് ആയി പോകുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല. ടൈം കിട്ടാത്തല്ല, ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിനകത്തോട്ട് ഏർപ്പെട്ട് പോകുന്നു. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കും, അപ്പം കറങ്ങാൻ പോകും, അങ്ങനെ പോകും. മറ്റേ നാട്ടിലായ സമയത്ത് ഇത് മാത്രം എടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കുറയ്ക്കണം. പറ്റുമെങ്കിൽ ഇന്നിരുന്ന് മാക്സിമം വീഡിയോസും എഡിറ്റ് ചെയ്ത് ചാർട്ട് ചെയ്തിടണം. അപ്പോൾ അതനുസരിച്ച് അങ്ങ് വീണോളും. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഇപ്പോൾ എന്തായാലും റൈഡിന് വേണ്ടി പോവുകയാണ്. നമ്മുടെ അന്ന് പോയ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അന്നത്തെ സെയിം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെയാണ്. അവിടുന്ന് വേറൊരു പുതിയൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അടിപൊളി ശകുനം ഗൈസ്. ABS ലൈറ്റ് വീണ്ടും കത്തി വന്നിരിക്കുന്നു. അപ്പം വണ്ടിയുടെ ABS എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. എല്ലാവരും പോയോ, അതോ നമ്മൾ മാത്രമേ ഉള്ളോ? എല്ലാവരും വരുന്നു എന്ന് പറയുന്നത് കേട്ടായിരുന്നു, പക്ഷേ ആരും കാണുന്നില്ല. എന്തോ നിൽക്കുന്നു എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒരു പട തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. നാണോ എന്തിനാ നിനക്ക് വരുന്നത്? ഓ, ഇത്രയും ചേട്ടന്മാരുടെ കൂടെ നീ മാത്രമേ ഉള്ളെന്നുള്ളതുകൊണ്ടാണ്. അതിനെന്താണ്, കണ്ട എല്ലാവരും വന്നു. ഫുൾ ട്രിപ്പാണല്ലോ, വൈബാണല്ലോ. എല്ലാവർക്കും ഇപ്പം മാഫിയക്ക് ഫാൻസ് കൂടി. എത്ര പേരാ അതിനെ നോക്കാൻ? നമ്മളാർക്കും വേണ്ട, നമ്മളാർക്കും വേണ്ട. മാഫിയക്ക് ഫാൻസ് കൂടി. भाई संभल गया। അവളവിടെ എല്ലാവരുമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. ഇനി പോകാൻ നേരത്തെത്തോണ്ട എല്ലാവരും കൂടെ ലൈനപ്പായി തുടങ്ങുന്നു. ഇവിടെ ഈ ലൈനപ്പായി കഴിഞ്ഞാൽ പിന്നെ പോവുകയാണ് പരിപാടി. എല്ലാവരും ഓണായിക്കോട്ടെ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയുണ്ട് മൊത്തം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 പേരാണ് മൊത്തം. എന്തായാലും സ്റ്റാർട്ടാകാൻ പോകുന്നു. അയ്യോ, അപ്പോൾ സെറ്റ്. അങ്ങനെ റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. കുറെ പ്രാന്തന്മാർ ഇതോ പോന്നു നോക്കി. അമ്മമാരിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് വളഞ്ഞു വരുമായിരുന്നു. അത് ഞാൻ അപ്പോഴത്തെ ക്യാമറ ഓൺ ചെയ്തതും ആ ഡ്രിഫ്റ്റ് കഴിഞ്ഞു പോയി. നമുക്ക് വേണ്ടി നിന്ന് തരുമില്ലല്ലോ ഡ്രിഫ്റ്റ് ഒന്നും. ഇത് കണ്ട, ഇത് ഇവിടുത്തെ മറ്റേ നമ്മുടെ റോഡ് ക്ലീൻ ചെയ്യുന്ന മെഷീനാണ്. അങ്ങനെ റോഡ് ക്ലീൻ ചെയ്ത് പോകാതെ. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് പോണ്. ബാക്കിലും ഉണ്ട്, ബാക്കിലും എല്ലാവരും ലൈനായിട്ട് സെറ്റായിട്ട് പോവാണ്.
ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം റോയൽ എൻഫീൽഡാണ് ഈ ഗ്രൂപ്പിനകത്തുള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ ആകെ ബാക്കി അങ്ങനെ അല്ലാത്ത വണ്ടികളൊക്കെ കുറവാണ്. മിക്കത് റോയൽ എൻഫീൽഡാണ് ഇങ്ങോട്ടുള്ളത്. സീതാപൂർ 87 കിലോമീറ്റർ, കാൺപൂർ 106 കിലോമീറ്റർ, ആഗ്ര 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 ഒക്കെ പോയാനായിരുന്നു. ഈ സൈഡിലോട്ട് നമ്മളങ്ങനെ അധികം വന്നിട്ടില്ല. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ലക്നൗവിൽ. പിന്നെ നല്ല തണുപ്പുണ്ട്, തണുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഇനി ഈ തണുപ്പ് ഇനി കൂടി 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 വരും. ഇനി ജാക്കറ്റ് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ജാക്കറ്റ് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റും. മീൻസ് അത്രയ്ക്ക് ഇങ്ങനെ രാവിലെ എണീച്ച് ജാക്കറ്റ് ഇടാതെ ഇറങ്ങാൻ പറ്റത്തില്ല, തണുപ്പ് കാണുമായിരിക്കും. അപ്പം ഇനി ബാക്ക് ടു ജാക്കറ്റ് ലൈഫ്. ചായ പിടിക്കാൻ പോകണമെന്ന് ജാക്കറ്റ്, എവിടെ പോകണമെന്ന് ജാക്കറ്റ്, കിടന്നുറങ്ങുമ്പോൾ പോലും ജാക്കറ്റ് ഇട്ട് ഇനി കിടന്നുറങ്ങണം. വഴി തെറ്റി, അങ്ങോട്ടായിരുന്നു വേണ്ട, നമ്മൾ നേരെ വിട്ട്. ഇനിയിപ്പോൾ തിരിക്കണം, എല്ലാവരും തിരിക്കും ഇവിടെ. ഓക്കെ, നമ്മൾ സ്ഥലം എത്താറായി എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എത്താറായി എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോർട്ടാണ്, ഒരു ഓൾഡ് ഫോർട്ടിലോട്ടാണ് നമ്മൾ പോണത്. അപ്പം ആ ഫോർട്ടിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളാണിത്. അപ്പം എത്തി എന്നാണ് തോന്നുന്നത്. ഇനി എങ്ങോട്ടാണെന്ന് വഴിയൊന്നും എനിക്കറിയണ്ട. അത് മണ്ടേ ഫ്രണ്ടിൽ പോകുന്നവർക്കേ കറക്റ്റ് അറിയാവൂ, കറക്റ്റ് റൂട്ട് എങ്ങോട്ടാണ്. അവരങ്ങോട്ട് പോട്ടെ. അപ്പം നമ്മൾ എത്തി ഗായ്സ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതാണ് ഇവിടുത്തെ ഒരു ഫോർട്ട്. മീൻസ് പഴയൊരു ഫോർട്ടാണ്, പക്ഷേ ഇവിടെ ചുമ്മാ അങ്ങനെ ചില്ലഴിച്ച് നിൽക്കാം. അതാണ് ഇവിടുത്തെ മെയിൻ മാഫിയ. കണ്ട, ഇതാണ് ഇവിടുത്തെ ഒരു ഫോർട്ടിൻ്റെ ഒരു പതിമേറുണ്ട്. ഇത്രയും വണ്ടികളുണ്ട് ഫുൾ ട്രിപ്പിന് ആയിരുന്നു. അങ്ങോട്ടങ്ങോട്ട് പോയി കാണിച്ചു തരാം. വരുന്നില്ലേ? ഇതേണ്ട ഫുൾ സെറ്റല്ലേ, മണ്ടയിൽ കയറാം. ലൈക്ക് പണ്ടത്തെ ഒരു ഫോർട്ടാണിത്. अरे उसको खाने दो. वो कड़वा होता है. കടുവയല്ലടാ, മാക്രി. പൊളിയല്ലേ ഗൈസ്? ഇതൊക്കെ എപ്പോഴാണ് പൊളിഞ്ഞ തലയിലോട്ട് വീഴുന്നതെന്ന് പറയാൻ പറ്റൂലല്ലേ? കൊള്ളാം, സെറ്റപ്പാണ്. നോക്കി പ്രശാന്ത്, കുछ बोलना है? ഹലോ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷിന്റെ വ്ളോഗ്. ആഘോഷിന്റെ വ്ളോഗിൽ എങ്ങനെയാണ് ഞാനെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. ഞാനാണ്. ആരാണ്? ഇനി ആഘോഷിന്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കാൻ പോകുന്നത് ഞാനാണ്. കൺഗ്രാജുലേഷൻ. എന്നെ കിട്ടുന്നുണ്ടോ എന്തോ ഒന്നും അറിയാൻ വയ്യ. कुछ तो गुफा सी है गाइस.
ये है ऊपर से नज़ारा, क्या ही कारीगरी है। यहाँ से ऊपर का नज़ारा। हेलो गाइस, हम लोग आए हैं। हेलो गाइस, हम लोग आए हैं मूसाबाग फोर्ट। हमें नहीं पता किस लिए आए, बस आए हैं। आप लोग देखिए। अभी हम लोग जा रहे हैं एडवेंचर पे विथ माफिया। माफिया की गाड़ियां बंद होती हुई। അപ്പോൾ ഗായ്സ് ഇനി എല്ലാവരും ഇതാ ഇവിടുന്ന് നമ്മൾ കറങ്ങേണ്ട എന്താ പറയുന്നത് അല്ല പറഞ്ഞത് ഫോട്ടൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും എന്താ തിരിച്ച് പോവുകയല്ല, നമ്മളൊരു റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ട് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പിന്നെ അവിടുന്ന് നമ്മൾ എല്ലാവരും പിരിയും. അതാണ് പ്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെയും കോപ്പറം ഉണ്ടായിരുന്നു, ആരൊക്കെ എന്താ വീഡിയോ എടുത്ത് വെച്ചെന്ന് ഒരു പിടിയില്ല. അപ്പം നോക്കാം, സെറ്റാക്കാം. നമ്മുടെ ഫുഡ് അടി അത് ഒക്കെ കഴിഞ്ഞ് ഇനി ഇവർ പറഞ്ഞു ഇവിടെ അടുത്തൊരു ട്രയൽസ് ഉണ്ട്, ലൈക്ക് ചെറിയൊരു ഓഫ് റോഡിങ് പോലത്തെ ഒരു സ്ഥലം എന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലോട്ടാണ്. ഇനിയും കറക്റ്റ് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. നല്ല ബ്ലോക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഓഫ് റോഡിങ്ങിന് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. തന്നെ ഗായ്സ് വലിയ ഹാർഡായിട്ടുള്ളതൊന്നല്ലാന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് ഒരു ഫൺ റൈഡ് പോലെ വരുമല്ലേ, അപ്പോൾ ഇത്രയൊക്കെ കാണത്തുള്ളൂ. കുഴപ്പമില്ല, എവിടെ പോകും നോക്കാം. വെയിറ്റ് ചെയ്യടാ. अभी निकाल के दिखाऊं मैं। 95 की स्पीड में था, वो आगे तो मांझा धड़ से गिरी, उछल के उठाया हूँ, चल दिया हूँ। मांस फटा हुआ है, लोहा है बे। हाँ ओले ओले ओले, चल खूब तुम यही दिन देखने बाकी रह गए थे एक साथ के लिए। उछलते हो जाती मेरे भाई, मेरे पास होती तो। നമുക്കിനി ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാനുള്ള പ്ലാനിലാണ്. എങ്ങനെ പോകുമെന്ന് പറഞ്ഞില്ല, സ്വന്തമായിട്ട് വഴിയുണ്ട്. തേഞ്ഞ് അവിടെ ഒട്ടി. സയ്യ भाई पीछे ना जाओ। हो गया, चलो बढ़ाओ, कोई बढ़ाओ। हो गया। हिमालय वहां से लेके जा रहा है। मजा यहीं से जाने में। लेके जाना दिक्कत है, गिरेंगे उठेंगे नहीं है। मैं लेके जा रहा हूँ, तू यहीं से लेके जाएगा। ठीक है। ഞാനിന്നെന്തായാലും ഇറക്കാം, വിചാരിക്കല്ലേ കൂടെ എൻ്റെ ഓടം.
आओ क्या जाओ भाई। हो गया बोली प्रशांत अरे आ जाएंगे आ जाएंगे प्रशांत ट्रैक्शन ऑफ भाई 3000 आरटीएम लिए रहो आ जाओ आ जाओ आ जाओ आ जाओ അടുത്ത സ്ഥലത്തോട്ട് പോയത് എങ്ങോട്ടാ പോയത് പറഞ്ഞു സ്വന്തമായിട്ട് വഴിയോട്ടായി പോയിക്കോട്ടിരിക്കുക ഒരിക്കലും നീ കാല് താറയിടരുത് क्या हो गया क्या हो गया रास्ता खत्म अभी यहाँ से कैसे घुमाएंगे इसको रास्ता खत्म बैठ जा बैठ जा बैठ जाओ ट्रैक्शन बंद करना पहले बस हम तुम और ये काम कर लो गाड़ी थोड़ा सा आगे पीछे कर लो तो हेलमेट कौन रखेगा मेरी गाड़ी तभी हटेगी जो है हेलमेट आगे ही रख देता इसके बस थोड़ा सा आगे कर लो दिव्यांश आ जाओ आ जाओ आ जाओ खड़ी खड़ी गिर गई यार क्या बात लग रहा है उसको पकड़ के रखना अरे अबे तेरी बाइक है रुके रुक जा भाई तू पीछे कर लेना बहुत അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ് കാല് കുത്താതെ എവിടെ ഇറങ്ങുന്നു കേറ് കേറ് അപ്പോൾ ഗായ്സ് എല്ലാവരും സ്പ്ലിറ്റായി പോയി
ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വീഡിയോ എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കണം. ഇച്ചിരി മെനക്കെട്ടവരെ കുറച്ച് നേരം പിടിക്കില്ല എഡിറ്റ് ചെയ്ത് തീരാൻ. എന്തായാലും ഞാൻ പോട്ടെ. ഇനി ഇവിടെ നിന്നൊരു 30-35 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്. ഓഫ് റോഡിങ് ആയി, ചെറിയൊരു ചായ ബ്രേക്കായി, ബ്രേക്ക്ഫാസ്റ്റായി, സ്കൂൾ സാറ്റർഡേ ഇങ്ങനെ സൺഡേ ഇങ്ങനെ പോകുന്ന നല്ലതാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് പോലെ ആയില്ലേ. അപ്പോൾ ഗായ്സ് എന്തായാലും ഞങ്ങളിപ്പം വീട്ടിലെത്തി. എല്ലാവരും ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് പോട്ടെ. അപ്പോൾ ഗായ്സ് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. അപ്പം അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും വരാം. അപ്പോഴത്തേക്ക് ബൈ.